ഹായ്, നമ്മുടെ കത്തനാർ മലയാളത്തിലെ ഏറ്റവും എവൈറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഒരു എപ്പിക് ഫാൻറ്റസി മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മുടെ ജയസൂര്യ നായനായിട്ട് വരുന്ന മൂവിയാണ്. സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റോജിൻ തോമസ്. ഹോം സിനിമയുടെയൊക്കെ ഡയറക്ടറായിട്ടുള്ള റോജിൻ തോമസിൻ്റെ എത്രയോ വർഷം കൊണ്ട് ജയസൂര്യ എത്രയോ പ്രോജക്റ്റ് ഇതിനു വേണ്ടി കളഞ്ഞു. ഈ സിനിമയ്ക്ക് വേണ്ടി, ഈ ഒറ്റ സിനിമയ്ക്ക് വേണ്ടി എത്രയോ പ്രോജക്ട്സ് വരെ പുള്ളിക്കാരൻ ഒഴിവാക്കിയിട്ടുണ്ട്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എത്രയോ പേര് നല്ല കാസ്റ്റിംഗ്, നല്ല ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മൂവിയാണ്. അത്രയും വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് അത് കാണാം. ഓക്കെ. വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും എപ്പിടിയായിരുന്നാലും കാന്തല്ലൂർ ശാലയിൽ അത് വരവേൽക്കപ്പെടും. ഇന്ദ്രജാലത്തെ നമ്പുറതില്ല. അവബോധത്തിന്റെ രഹസ്യ മാർഗങ്ങളിൽ വലിയവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. யாரோட நினைவுக்கும் எட்டாது எல்லாரும் அசந்து பார்க்க போற மாதிரி ஒரு மாயாஜாலம். நம்ம ஆன்மாவோட கலந்து நம்ம நினைவுகளோடு சங்கமிக்க போகிற ஒரு நிகழ்வு. രാജശ്രീക്ക് കുഞ്ഞമനിൽ നിന്ന് വാഴ്ത്തക്കൾ. കണ്ടതും കേട്ടതും ഒന്നുമല്ല വരാനിരിക്കുന്നത്. ആപത്ത് കാലത്ത് വരുന്ന അതിമാനുഷൻ അഗ്നിയാണ്. കൈപിടിച്ചാൽ കരുതലും കൈവിട്ടാൽ കുത്തിനാശവും വരും. ഒരു മനിത ഉടമ്പിൽ കൊള്ളുന്നതിലും അധികം ശക്തി നിങ്ങൾ കട്ടുപ്പെടുത്തിയിരിക്കുന്നത്. പറയുന്നത് വിശ്വസിക്കുക. ആപത്തിലാണ്. அண்டமே மாய. എൻ്റെ മോനെ എന്താ ചെയ്തു വെച്ചേക്കണ ഈ സിനിമയ്ക്കകത്ത്. ഓ, ഹൈപ്പ് പീക്ക് ലെവല്, ഹൈപ്പറ്റ് പീക്ക് ലെവല്. ടീസർ കണ്ടപ്പോൾ ആ ഹൈപ്പ് ചെന്നു അതിൻ്റെ 10 ഇരട്ടി ഹൈപ്പായി. എന്താണ് ചെയ്തു വെച്ചിരുന്നത്? മലയാള സിനിമ തന്നെയാണോ ഇത്? ഹോളിവുഡിലെ മേക്കിങ് ചെയ്തിട്ടുണ്ട്, അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ, വെറുതെ അല്ല ജയസൂര്യ കുറേ സിനിമകൾ കളഞ്ഞത്. ഇമാതിരി ഐറ്റം ഇല്ല കയ്യിലുള്ളത്. കിഡിലിനായിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ, മലയാള ഇൻഡസ്ട്രി ഹോളിവുഡിലെ ഏറ്റവും ബെസ്റ്റ് മൂവി കത്തനാരായിരിക്കും, അത് ഉറപ്പാണ്. അതും ഒരു ഹോമം എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ പടം, ഒരു ഫാമിലി പടം എടുത്തൊരു പുള്ളിയാണ് ഈ സിനിമയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു രക്ഷയില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഗംഭീരം. വെയിറ്റ് ചെയ്യാം. ഡേറ്റ് ഇല്ല, വെയിറ്റ് ചെയ്യാം. ഗോപാലൻ കുറച്ച് നേടും. പുള്ളിക്കാരനെ സമ്മതിച്ചേ പറ്റൂ ഇങ്ങനത്തെ സിനിമകൾ കൈ കൊടുക്കുകയൊക്കെ ചെയ്യണത്. സമ്മതിക്കണം. എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം.
എന്നാലും ജയസൂര്യ തകർത്തിട്ടുണ്ട്, ഒടിഞ്ഞ ലുക്ക്. പിന്നെ അനുഷ്ക ഷെട്ടി ഒരു രക്ഷയില്ലാട്ട ലുക്ക്. എത്രയും നാളായി പുള്ളിക്കാരിയെ കണ്ടിട്ട്, സ്ക്രീനിൽ അത്ര ഇതായിട്ട് കണ്ടിട്ട്. എന്ത് രസമുണ്ട് കാണാനായിട്ട്, അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ട്, കത്തിച്ച്. നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. ഓക്കെ, ബൈ.